ഇനി തുടർന്നു അമ്മയെ ചികിത്സിക്കാനുള്ളൊരു മനസ്സ് കാണിച്ചാൽ മതിയെന്ന് ജാനകി പറയുമ്പോൾ അഭി പറയാ നമുക്ക് ചെയ്യാമെന്ന് പറയും. ജാനകി കരയുമ്പോൾ അഭി ഇങ്ങനെ സമാധാനിപ്പിക്കുക. അജയ് അപർണയും കേസിനെ പറ്റി സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ അമല അങ്ങോട്ട് വരികയാണ്. അജയ് പറയും മാധവവാര്യർ കേസ് കൊടുത്തതൊക്കെ സത്യം എന്ന് പറയുമ്പോൾ അമല് പറയാ അതിന് തന്നെ എല്ലാം വ്യക്തമാണല്ലോ. തമ്പി മകളെ ഉപദ്രവിക്കാതെ അദ്ദേഹം പരാതി നൽകുമോ? പിരിച്ചുവിടൽ ഭീഷണി വന്നപ്പോൾ പലരും ഇങ്ങനെ പരാതിയൊക്കെ കൊടുത്തിട്ടുണ്ട്. പക്ഷേ അതനുസരിച്ച് അച്ഛൻ്റെ അടുത്ത് ആരും വന്നിട്ടില്ല. അമലിങ്ങനെ ഓരോന്ന് പറഞ്ഞ് അവരെ പരിഹസിക്കും. അപർണ പറയും നീ നിൻ്റെ ഏട്ടൻ്റെ പാദസേവകനാ. ചേട്ടൻ രാത്രി പകലാണെന്ന് പറഞ്ഞാൽ നിനക്കും പകലാണെന്നൊക്കെ പറയും. അപ്പോൾ അമല് പറയും ഏട്ടൻ പകലാണെന്ന് പറഞ്ഞാൽ അത് പകൽ തന്നെ ആയിരിക്കും എന്ന് പറയും. അമല് അജയോട് ചോദിക്കും ജാനകി എടുത്തിയുടെ ഭാഗ്യത്ത് സത്യമുണ്ടെന്ന് അജയേട്ടന് തോന്നുന്നുണ്ടോ? അജയ് ഒന്നും മിണ്ടാതിരിക്കുന്നുണ്ട്. അമല് പറയും ഒരു കേസ് സത്യമാണോ കള്ളമാണോ എന്ന് ആദ്യം അറിയണ്ടേ, എന്നാലല്ല ആ സത്യത്തെ വളച്ചൊടിച്ച് കള്ളം പറയാൻ പറ്റുമോ എന്നൊക്കെ ചോദിക്കും. 25 വർഷം മുമ്പുള്ള കാര്യങ്ങളൊന്നും അന്വേഷിച്ച് കണ്ടെത്താൻ കഴിയില്ല. അപ്പോൾ ഈ കേസ് തള്ളിപ്പോവാണ് വേണ്ടത്. പിന്നെ ഞാനെന്തിനാ ചത്ത കുഞ്ഞിൻ്റെ ജാതകം നോക്കുന്നതെന്നൊക്കെ അജയ് ചോദിക്കും. അപർണ മറിച്ച് ഇതേ ചോദ്യം ചോദിക്കുമ്പോൾ അമല് പറയും ജാനകി എടുത്തി അഭിയേട്ടനും ആരെയും ദ്രോഹിക്കാൻ വേണ്ടി ഒന്നും ചെയ്യില്ല എന്ന് പറയും. അമല അവിടുന്ന് പോയി കഴിയുമ്പോൾ അജയ് ചോദിക്കും അപർണ ഇവനെന്താ ഇങ്ങനെ ആയതെന്ന് ചോദിക്കുമ്പോൾ അപർണ പറയും അജയ്ക്ക് പകരമായിട്ട് തന്നതല്ലേ ഇവനെ, അപ്പോൾ പകരക്കാരന് ഇങ്ങനെയല്ലേ ആവുമെന്ന് ചോദിക്കും. ഉണ്ണിത്താൻ ഈ കേസിൽ നിരഞ്ജനെ സപ്പോർട്ട് ചെയ്യുന്നത് നിരഞ്ജനെന്ന് അജയെ അകറ്റാനുമാണെന്നും അനുഭവം പറയും. നിരഞ്ജനയ്ക്ക് ഒരു കപ്പ് ചായ കൊണ്ടുകൊടുത്ത് അമലൊരു തമാശകളൊക്കെ പറയുമ്പോൾ അമലൊരു പ്രത്യേക ക്യാരക്ടറാണല്ലേ, ആരോടും ഉള്ളിൽ ദേഷ്യം വയ്ക്കാതെ എല്ലാവരോടും കളിച്ച് ചിരിച്ച്, എന്നാലും എല്ലാവരെ പറ്റിയും ബോധ്യമുണ്ട്. എന്നിട്ടും അപർണ അമലിനെ മനസ്സിലാക്കാത്ത കാര്യമൊക്കെ നിരഞ്ജന ഇങ്ങനെ പറയുമ്പോൾ അമല് പറയും ചിലരെ അങ്ങനെയൊക്കെയാണ്. അമല് പറയും ഇപ്പോൾ അപർണ എന്ത് പറഞ്ഞാലും എനിക്ക് ഫീൽ ചെയ്യില്ല. അവൾ യുദ്ധം ചെയ്യുന്നത് അവളുടെ തന്നെ ചോരയോടാണ്. എനിക്കിപ്പോൾ അവളോട് തോന്നുന്ന ഒരു സഹതാപ. ഒരു വാക്ക് മതി അപർണയെ തകർക്കാൻ. പക്ഷെ അത് പറയാത്തത് ജാനകിയെടുത്തിക്ക് അത് ഇഷ്ടാവാത്തത് കൊണ്ടാണെന്നൊക്കെ അമല് പറയും. ജാനകിയെടുത്തി രാധാമണിയുടെ മോളാണെന്ന് പറഞ്ഞ് കേസിന് പോകാത്തത് തന്നെ തമ്പിയോടുള്ള വെറുപ്പ് കൊണ്ടാണ്. ഞാനായിട്ട് ഏടത്തിയെ വേദനിപ്പിക്കുന്നില്ല. തമ്പി അച്ഛനാണെന്ന് പറഞ്ഞ് വേണമെങ്കിൽ ഒരു DNA ടെസ്റ്റ് നടത്തിയാൽ മതിയായിരുന്നു എന്നൊക്കെ അമല് പറയുമ്പോൾ നിരഞ്ജന പറയും അതൊന്നും കഴിയില്ല കേട്ടോ, അതിനൊക്കെ കുറേ ഫോർമാലിറ്റീസ് ഉണ്ട്. അച്ഛനെന്ന് നമ്മൾ ചൂണ്ടിക്കാണിക്കുന്ന ആൾ കൂടെ അതിന് വില്ലിങ് ആവണം, ഇല്ലെങ്കിൽ അത് സമ്മതിക്കില്ല, അല്ലെങ്കിൽ പിന്നെ അവിടെ ഒരു ക്രൈം നടന്നിരിക്കണം എന്നൊക്കെ നിരഞ്ജന പറയും. അങ്ങനെ തെളിഞ്ഞ DNA ടെസ്റ്റിന് തമ്പി വഴങ്ങിയേ തീരൂ. അമല് പറയും ശരിക്ക് ഈ സത്യങ്ങളൊക്കെ അപർണയോട് പറയാണ് വേണ്ടത്. അവൾ ശരിക്കും ഇതൊക്കെ മനസ്സിലാക്കണം, എന്നാലേ അവളുടെ ഉള്ളിലെ വെറുപ്പും ഇതൊക്കെ പോയിട്ട് നല്ലൊരാളാവുള്ളൂ. അമലിന് ഇപ്പോഴും അപർണയുടെ ഒരു ഇഷ്ടമുണ്ടെന്ന് അമല് പറയാതെ പറയാണ്. ഇതേ ചോദ്യം നിരഞ്ജനെ ചോദിക്കുന്നുണ്ട്, ഉള്ളിലിപ്പോഴും അപർണയുടെ ഒരു ഇഷ്ടമൊക്കെ ഉണ്ടല്ലേ എന്ന്. അതില്ലാതിരിക്കുമെന്ന് അമലും പറയും. നിരഞ്ജനയ്ക്ക് പക്ഷേ അതൊന്നും വിശ്വാസമല്ല. നിരഞ്ജന ഇങ്ങനെ മനസ്സ് പറയും പല മുഖങ്ങളും ഉണ്ടാവും, ചിരിച്ചുകൊണ്ട് വഞ്ചിക്കുന്നവരൊക്കെ ഉണ്ടാവും എന്നൊക്കെ. ഉണ്ണിത്താൻ അജയോട് പറയും എൻ്റെ മോൾക്ക് ഒരേ ഒരു തെറ്റാ പറ്റിയത്, ആ തെറ്റാണ് നീന്ന്. ഈ കേസിൻ്റെ വിധിയോടെ എൻ്റെ മോളിൽ രക്ഷപ്പെടുന്നൊക്കെ ഉണ്ണിത്താൻ പറയാണ്. അപ്പം അജയ് പറയും ഈ കേസിൽ ഞാൻ ജയിച്ചാലോ, അപ്പം മകളെ എന്ത് പറഞ്ഞ് എന്നിൽ നിന്ന് അകറ്റും. ഇത് കേൾക്കുമ്പോൾ ഉണ്ണിത്താൻ പുച്ഛിച്ച് തള്ളും. ഉണ്ണിത്താൻ പറയും നീ എവിടെ നിന്ന് ജയിക്കാനാടാ, എൻ്റെ മകൾ മാത്രമേ കേസ് വാദിക്കുന്നുള്ളൂ, പക്ഷേ പിറകി നിൽക്കുന്ന ഉണ്ണിത്താനാ, കൂടെ സക്കീർ ഹുസൈനും ഉണ്ടെന്ന്. എൻ്റെ പേരും വെച്ച് 1-2 കേസിൽ ജയിച്ച നീ ആരാടാന്നൊക്കെ ഉണ്ണിത്താൻ അജയോട് ചോദിക്കും. അജയ് പറയും ഞാൻ ഈ കേസ് ജയിക്കും സാറേ, ഉണ്ണിത്താൻ വക്കീലിന് എന്നെ അംഗീകരിക്കേണ്ടി വരും എന്നൊക്കെ പറഞ്ഞ് അജയ് അങ്ങ് പോകും. സേനൻ തമ്പിയുടെ അടുത്ത് വന്നിട്ട് കേസിനെ പറ്റിയുള്ള കാര്യങ്ങളൊക്കെ പറയുകയാണ്. അപർണ പറയും അവർ കള്ളസാക്ഷികളൊക്കെ വെക്കുന്നുണ്ടെങ്കിൽ അതൊക്കെ കണ്ടുപിടിക്കണം, അതിനൊക്കെ എത്ര പണം മുടക്കാനും ഞങ്ങൾ തയ്യാറാണെന്നൊക്കെ പറയും. ആദ്യം രാധാമണി വാരസ്യാരാണെന്ന് കണ്ടെത്തണമെന്ന് അപർണ പറയാണ്. തമ്പി പറയും അങ്ങനെ ഒരാളൊന്നും ഇല്ല മോളെ, ഇനി അങ്ങനെ ഉണ്ടെങ്കിൽ തന്നെ അതൊന്നും കണ്ടെത്താനൊന്നും കഴിയില്ല എന്നൊക്കെ പറയും. പക്ഷേ അപർണ ഇതിൽ നിന്ന് പിന്മാറാൻ തയ്യാറല്ല. സേനൻ സാർ അവർ രാധാമണി വാരസ്യാരെന്നൊരു സ്ത്രീയെ വേഷം കെട്ടിച്ച് കൊണ്ടുവന്നതാകും, അത് ഉറപ്പാണെന്നൊക്കെ അപർണ പറയും. അവരെ നമ്മുടെ കൈ കിട്ടിക്കഴിഞ്ഞാൽ ഈ കേസ് അതോടെ തീരും. ഇത് കേൾക്കുമ്പോൾ തമ്പി പറയും അതിന് രാധാമണി അവരുടെ കസ്റ്റഡിയിലല്ലേ. അപർണ സേനനോട് പറയും അത് കണ്ടെത്താൻ കഴിഞ്ഞില്ലെങ്കിൽ പിന്നെ സാറ് CI ആണെന്ന് പറയുന്നതിൽ എന്ത് കാര്യമുള്ളത്. ഇന്ദ്രജ നകുലനോട് പറയാണ് നീ കണ്ട പഴയ ജാനകിയല്ല ഇപ്പോഴത്തെ ജാനകി, അവൾ അനാഥയല്ല, അവളുടെ ഭർത്താവ് അത്ര നിസ്സാരക്കാരനുമല്ല. നിന്നെപ്പോലെ അവനും അവളെ കണ്ട് ഇഷ്ടപ്പെട്ടാണ് കല്യാണം കഴിച്ചത്, കണ്ട് ഭ്രമിക്കാൻ മാത്രം അവൾക്ക് എന്താ ഇത്ര പ്രത്യേകത എന്ന് ഇന്ദ്രജ ചോദിക്കുകയാണ്.